ഒരു കിടിലൻ എന്റർടൈനർ തന്നെയായിരുന്നു സ്ത്രീ 2. 2018 റിലീസ് ആയിട്ടുള്ള ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിന് ശേഷം അതിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കാണിച്ചുള്ളത് ഇതിലത്തെ ഈവൻസ്. ആൻഡ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് വിചിത്രങ്ങളായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിന്റെ നേരെ ഉൾട്ടായിട്ടുള്ള സംഭവങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ സ്റ്റോറി ലൈൻ ആയാലും ഈവൻ കോമഡികളായാലും എല്ലാം നല്ല പോലെ തന്നെ വർക്കൗട്ട് ആയി, എവിടെ പോലും ലാഗ് അടിപ്പിക്കാതെ സിനിമയുടെ ഒരു ഫ്ലോന്റെ ഒപ്പം നമ്മളെയും കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് VFX ഒക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ. ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ ശ്രദ്ധ കപൂറിന്റെ ആ ഒരു ക്യാരക്ടറിന് ഫസ്റ്റ് പാർട്ടിനേക്കാളും ചെറിയ കുറച്ച് സ്ക്രീൻ ടൈം കുറവായിരുന്നു ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും വന്ന സീനുകളിലൊക്കെ നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ കാണുമ്പോൾ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരു ബാക്ക് സ്റ്റോറി ക്യാരക്ടറിന് ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് പാർട്ടായാലും നമുക്ക് തോന്നിയിരുന്നു. ആൻഡ് അതിനുള്ള ചില ആൻസേഴ്സും സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് രാജ്കുമാർ റാവു, പങ്കജ് ത്രിപതി ആൻഡ് രാജ്കുമാർ റാവുവിന്റെ ആ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരുപാട് കോമഡി സംഭവങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. ശരിക്കും മനസ്സറിഞ്ഞ് ചിരിച്ച കുറെ സിനിമയിൽ ഉണ്ടായിരുന്നു. ആൻഡ് അക്ഷയ് കുമാറിന്റെ ക്യാമിയോ, ആ സീനൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്യാമിയോ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഈ ഒരു ക്യാമിയോയുടെ ഒരു ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് തോന്നൂല. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ സിനിമയുടെ സ്റ്റോറി ലൈനോ യോജിച്ച രീതിയിലുള്ള ഒരു ക്യാമിയോ ആണ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മൊത്തത്തിലുള്ള ആ ഒരു ചന്തേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല സംഭവങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിരുന്നു. സ്ത്രീ ആരാണ്, എന്താണ് ആ സ്ത്രീനെ കുറിച്ചുള്ള സ്റ്റോറി, എന്തിനാണ് ആണുങ്ങളെ വേട്ടയാടുന്നതെന്നൊക്കെ. ആൻഡ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചായി സംഭവങ്ങൾ. ആൻഡ് വളരെ വിചിത്രങ്ങളായിട്ടുള്ള സംഭവങ്ങളെ നല്ല രീതിയിൽ തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ബാക്കിയുള്ള ഒരു മാഡക് ഫിലിംസിന്റെ സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സിലെ ഒരു മൂവി കൂടിയാണ്. എൻ്റെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറങ്ങിയ ആ ഒരു യൂണിവേഴ്സിലെ മൂവീസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ അടിച്ചൊരു മൂവി കൂടിയാണ്. ഇപ്പൊ 700 കോടിയോളം ഈ സിനിമ ബോക്സ് ഓഫീസിൽ നേടി. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സക്സസ് ആയിരുന്നു ഈ മൂവിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നിങ്ങൾ അടുത്തുള്ള ഒരു തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കണ്ടു നോക്കുക. ഈ മാസം ലാസ്റ്റ് ആണ് ഇതിന്റെ OTT റിലീസ് വരുന്നത്. പക്ഷെ തിയേറ്ററിൽ നിന്ന് തന്നെ ഇരുന്ന് കാണുമ്പോൾ ആ ഒരു തിയേറ്റർ ആംബിയൻസിൽ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് സ്ത്രീ 2. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ വരുമ്പോൾ ബേഡിയ, മറ്റേ വരുൺ ധവാന്റെ ആ ഒരു ക്യാരക്ടറിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അത് കണ്ടിട്ട് ഇത് കണ്ടാലേ മനസ്സിലാവൂ എന്നുള്ളതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് കണ്ടതിന് ശേഷം, ഞാൻ ബേഡിയ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് എന്താ പറയാ, ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലത്തെ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് അത് കാണാൻ കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ നേരെ തിരിച്ചഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവാം. എന്തായാലും ഈ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. നല്ലൊരു സ്റ്റോറി ലൈനും ആ ഒരു എക്സിക്യൂഷൻ തന്നെയായിരുന്നു. തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ഇത്. എന്തായാലും പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കണ്ടു.